ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാദിഷ്ടമായ ചക്ക വരട്ടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുക്കർ ഉണ്ടെങ്കിൽ അധികം ഇളക്കി കഷ്ടപ്പെടാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ചക്ക വരട്ടി തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വരിക്കച്ചക്ക ഞാനിത് അരിയാതെ തന്നെയാണ് കുക്കറിലേക്കിട്ട് ഒട്ടും വെള്ളമില്ലാതെ നമ്മളൊരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടും. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, കാരണം ചക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് കിട്ടും. ഇനി ഇത് നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് കുഴിവുള്ള ഒരു നോൺ സ്റ്റിക്ക് ചെരുവത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടത് അവിടെ ഇരുന്ന് തിളച്ച് വറ്റി വരട്ടെ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അപ്പോഴത്തേക്ക് അധികം ഇളക്കാതെ തന്നെ നമുക്ക് മറ്റേ ഉരുളിയിലൊക്കെ നമ്മളിട്ടാൽ ഒരുപാട് നമ്മൾ ഇളക്കി കഷ്ടപ്പെടണം. ഇത് ഇടയ്ക്ക് മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റണം. ഇപ്പം ചക്കയെല്ലാം ഒന്നുകൂടെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ശർക്കര, ഞാനിവിടെ നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഒട്ടും വെള്ളമില്ലാതെ അത് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ശർക്കര ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്കയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പം പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ചക്കകൾ നമ്മളിങ്ങനെ വലിയ ഉരുളിയിലൊക്കെ ഇട്ട് വരട്ടി വെക്കുമായിരുന്നു. മഴക്കാലത്തേക്ക് ആവശ്യമായിട്ടുള്ള ചക്ക വരട്ടിയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെക്കുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ ഒത്തിരി നമ്മൾ ഇളക്കി കഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് നോൺ സ്റ്റിക്ക് ചെരുവത്തിൽ ശരിയാക്കിയെടുക്കാം. കുക്കറിനകത്താണെങ്കിൽ പെട്ടെന്നത് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ശർക്കര മിക്സായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചക്ക വരട്ടി വെച്ചാൽ പായസം ഉണ്ടാക്കാനും അടപ്രഥമൻ ഉണ്ടാക്കാനും ഒക്കെ നമുക്കെടുക്കാം. അതുപോലെ കുമ്പിൾ ഉണ്ടാക്കാനും ചക്ക അട ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് എടുക്കാം. ഇങ്ങനെ വരട്ടിയെടുത്ത് വെച്ചാൽ കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കും. കണ്ടില്ലേ, ഇതിലെ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് മാത്രമേ ഞാൻ ഇളക്കി കൊടുക്കുന്നുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുത്തേച്ചാൽ മതി. അടിക്ക് ഒട്ടും പിടിക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഒരു 1/4 പരുവമായിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ നെയ്യൊക്കെ ഇതിൽ നിന്ന് തിരിച്ച് വരും. അപ്പം പനിച്ച് വരും. ആ സമയത്താണ് നമ്മളിത് വാങ്ങേണ്ടത്. അങ്ങനെ ഇതൊന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് പൊടികൾ വേണം. ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ജീരകവും ഒരു 20 ഏലക്കായും കൂടെ നന്നായിട്ട് പൊടിച്ച് എടുത്ത് ഈ സമയത്ത് നമുക്ക് ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുക്കുപൊടി ചേർത്തിട്ടില്ല, ജീരകവും ഏലക്കായും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആ പൊടികളും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് പൊടികളെല്ലായിടത്തും ആകുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇത് വാങ്ങാറാകും. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നെയ്യൊക്കെ
വരാൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് ഇതിൻ്റെ മോൾ ഭാഗത്തിങ്ങനെ പനിച്ച് വരും. കണ്ടോ, ഉരുളിയിൽ ഈ നോൺ സ്റ്റിക്ക് പാനിൽ നന്നായിട്ട് ഇതിങ്ങനെ ഇളകും. ഇതൊരു പരുവമാകാറായി. ഇനി നമുക്കിത് നെയ്മയം പുരട്ടിയ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തണുക്കുമ്പോൾ നമുക്കിത് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടാകാതെ ഇരിക്കും. അപ്പോൾ സ്വാദിഷ്ടമായ ചക്ക ഹൽവ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം.